വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബി മിസ് ആണ് മക്കളെ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു ക്വിസാണ്. ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, എത്ര എണ്ണം നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്തു താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വിസാണ്. സോ സമയം കളയുന്നില്ല, മിസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ദ തീഫ് ഡാഷ് വെൻ ദ പോലീസ് അറൈവ്ഡ്. ദ തീഫ് ഡാഷ് വെൻ ദ പോലീസ് അറൈവ്ഡ്. നമ്മുടെ ഫ്രീസൽ വേർബ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഓപ്ഷൻസിൽ ഗോട്ട് അപ്പ് ഉണ്ട്, ഗോട്ട് റൗണ്ട് ഉണ്ട്, ഗോട്ട് അവേ ഉണ്ട്, ഗോട്ട് ഡൗൺ ഉണ്ട്. ഓക്കെ, പോലീസ് വന്നപ്പോഴേക്കും നമ്മുടെ കള്ളൻ കടന്നു കളഞ്ഞു എന്നൊരർത്ഥം വരുന്നതാണ് ദ തീഫ് ഡാഷ് വെൻ ദ പോലീസ് അറൈവ്ഡ്. സോ എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് മിസ്സിൻ്റെ മക്കൾ ഒന്ന് മനസ്സിലാലോചിക്കാം. ഒരു 2 സെക്കൻഡ് ആലോചിക്കുക. ഓക്കെ, എന്നിട്ട് മിസ് ആൻസർ പറയാം. അത് തന്നെ ആയിരുന്നോ, കറക്റ്റ് ആയിരുന്നോ എന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. ഓപ്ഷൻസിൽ ഗോട്ട് അപ്പ് ഉണ്ട്, ഗോട്ട് റൗണ്ട് ഉണ്ട്, ഗോട്ട് അവേ ഉണ്ട്, ഗോട്ട് ഡൗൺ ഉണ്ട്. യെസ്, ഓപ്ഷൻ സി ഗോട്ട് അവേ എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ. ദ തീഫ് ഗോട്ട് അവേ വെൻ ദ പോലീസ് അറൈവ്ഡ് എന്നുള്ളതാണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് നിങ്ങൾ ശരിയായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ചോദ്യത്തിൽ നമുക്ക് നോക്കാം. ദ കോൺട്രാക്റ്റഡ് ഫോം ഓഫ് വിൽ നോട്ട്. വിൽ നോട്ടിൻ്റെ കോൺട്രാക്റ്റഡ് ഫോം ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് നോക്കുക. വിൽ നോട്ടിൻ്റെ കോൺട്രാക്റ്റഡ് ഫോം ഏതാണ്? ഓക്കെ, നമ്മളിതാ ഉദാഹരണത്തിന് കനോട്ട് എന്ന് പറയുന്നതിനെ നമ്മൾ ക്യാൻഡ് എന്ന കോൺട്രാക്റ്റഡ് ഫോമിൽ പറയാറുണ്ട്. അതുപോലെ വിൽ നോട്ടിൻ്റെ കോൺട്രാക്റ്റഡ് ഫോം എന്താണ് എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വായിച്ചു. സോ എന്താണ് ആൻസർ എന്ന് ഇപ്പോഴേക്കും നിങ്ങൾക്ക് ഇതാ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ടാവുക അല്ലേ. സോ മിസ് ആൻസർ പറയാം. വോണ്ടാണ് അല്ലേ. യെസ്, വോണ്ടാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാം. പിയാനോ, പിയാനിസ്റ്റ്, ഡ്രം ഡാഷ്. പിയാനോ വായിക്കുന്ന ആളെ നമ്മൾ പിയാനിസ്റ്റ് എന്ന് പറയും. ഡ്രം കൊട്ടുന്ന ആളെ എന്താണ് പറയുക? ഓപ്ഷൻസിൽ ഡ്രമ്മിസ്റ്റ്, ഡ്രം പ്ലെയർ, ഡ്രമ്മർ, നൺ. ഡ്രമ്മിസ്റ്റ് എന്നാണോ, ഡ്രം പ്ലെയർ എന്നാണോ, ഡ്രമ്മർ എന്നാണോ, അത് ഇതൊന്നുമല്ലേ? എന്താണ് ഇതിൻ്റെ ആൻസർ? യെസ്, നമുക്കറിയാം. ഓപ്ഷൻ സി ഡ്രമ്മർ എന്നാണ് കേട്ടോ. ഓക്കെ, ഡ്രമ്മറാണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ മക്കളെ, അടുത്തൊരു ചോദ്യം നോക്കാം. ഐ ഡാഷ് ടു സ്കൂൾ എവ്രി ഡേ. ഐ ഡാഷ് ടു സ്കൂൾ എവ്രി ഡേ. ഓപ്ഷൻസിൽ ഗോ, ഗോസ്, ഗോയിങ്, വെൻറ്റ്. ഐ ഡാഷ് ടു സ്കൂൾ എവ്രി ഡേ. ഗോ, ഗോസ്, ഗോയിങ്, വെൻറ്റ്. യെസ്, നമുക്കറിയാം ഗോ ആണ് അല്ലേ ആൻസർ. ഐ ഗോ ടു സ്കൂൾ എവ്രി ഡേ. ഐ ഗോ ടു സ്കൂൾ എവ്രി ഡേ. ഓക്കെ, സോ നമ്മുടെ 4 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ചോദിച്ചത്. ഈ 4 ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണം കറക്റ്റ് ആക്കി എന്നുള്ളത് താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ, എല്ലാം കറക്റ്റ് ആക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ട് അവർക്ക് എത്ര എണ്ണം കറക്റ്റ് ആക്കാൻ പറ്റിയെന്ന് നോക്കുക കേട്ടോ. സോ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.